വർക്ക് ഡൺ ബൈ ദ ഇംപെല്ലർ ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഓൺ വാട്ടർ. നമുക്ക് വർക്ക് ഡൺ ബൈ ദ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞാലും വർക്ക് ഡൺ ബൈ ദ ഇംപെല്ലർ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞാലും എല്ലാം സെയിം തന്നെയാണ്. കാരണം ഇവിടെ നമുക്ക് ഇംപെല്ലറാണ് നമ്മുടെ വാട്ടറിലേക്ക് വർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ് ഇത് നമ്മൾ പറഞ്ഞു, ഇത് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് റിവേഴ്സ് ഓഫ് ഇൻവേർഡ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണെന്ന്. ഒരു ഇൻവേർഡ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ്റെ റിവേഴ്സ് ആണ് നമുക്ക് വർക്ക് ഡൺ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഓഫ് വർക്ക് ഡൺ ബൈ ദ ഇൻവേർഡ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ കേസിൽ നമുക്ക് ആദ്യമേ ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ നോക്കണം. നമ്മൾ ഒരു ബെസ്റ്റ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ബെസ്റ്റ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നമ്മളെന്താണ് വാട്ടർ ഇൻലെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റേഡിയൽ ഇൻലെറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യണം. റേഡിയൽ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്നാണ് നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്കത് ആ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പോൾ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിന് ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആണെന്ന് പറഞ്ഞു. സെൻട്രിഫ്യൂഗൽ പമ്പിന് ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആണ്. ഇതേപോലെ ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആണ് നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻലെറ്റ് ട്രയാങ്കിൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. ബെസ്റ്റ് എഫിഷ്യൻസിക്ക് റേഡിയൽ ഇൻലെറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ആൽഫ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് V1 എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഇൻലെറ്റ് V1 എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ വെർട്ടിക്കൽ ലൈനാണ് നമുക്കിവിടെ വരിക. ആൽഫ ആംഗിൾ 90 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആൽഫ ആംഗിൾ, ഇതാണ് 90 ഡിഗ്രി പറയുന്നത്. ഇനി ഇവിടുത്തെ നമുക്ക് ആ ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് U1 ആണ്. ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ഔട്ട് ഇൻലെറ്റ് U1 ആണ്. ഇനി V1ൻ്റെയും U1ൻ്റെയും അതായത് വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഇൻലെറ്റിൻ്റെയും ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് വെയിൻ അറ്റ് ഇൻലെറ്റിൻ്റെയും ആ ഒരു റിലേറ്റീവ് വെലോസിറ്റിയാണ് നമുക്ക് ഈ കിട്ടുന്ന ഈ ട്രയാങ്കിളിൽ ലാസ്റ്റ് കിട്ടുന്ന കമ്പോണന്റ്, ദാറ്റ് ഈസ് VR1. ഈ VR1ഉം ഹൊറിസോണ്ടലായിട്ട് മേക്കുന്ന ആംഗിളാണ് നമ്മൾ വെയിൻ ആംഗിൾ തീറ്റ അറ്റ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കേസിൽ നമുക്ക് V1 ഇസ് ഈക്വൽ ടു VF1 എന്ന് പറയാൻ പറ്റും. എന്താണ്? നമുക്കിപ്പോൾ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ നോക്കിയാൽ അറിയാം. ആ വെലോസിറ്റി ട്രയാങ്കിളിൽ നമുക്ക് ഈ V1ന് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഇൻലെറ്റും വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റും. വെലോസിറ്റി ഓഫ് ജെറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി V1ന് നമുക്കുള്ള ഇൻലെറ്റിലെ രണ്ട് കമ്പോണൻ്റ് ആണ് VF1ഉം VW1ഉം. VF1 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്, VW1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് V1 എന്നുള്ള ഒരു വെർട്ടിക്കൽ ലൈനായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ലൈന് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ല, അതുകൊണ്ട് എന്തായിരിക്കും VW1 ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, VW1 ഈ കേസിൽ 0 ആണ്. അതേപോലെ തന്നെ V1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? VF1 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ നമുക്ക് എഴുതേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ദെയർഫോർ V1 ഇസ് ഈക്വൽ ടു VF1 ആൻഡ് VW1 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിലേക്ക് എഴുതി വെക്കേണ്ടത്. ബെസ്റ്റ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആൽഫ 90 ഡിഗ്രിയാണ് നമ്മൾ റേഡിയൽ ഇൻലെറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ക്വസ്റ്റനിൽ വേറെ സെപ്പറേറ്റ് ആ കാര്യങ്ങൾ പറയും. ഇനി ക്വസ്റ്റനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കേസാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ. ഇതേ റിലേറ്റീവ് വെലോസിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ വരിക. ഈ VR പ്ലേറ്റ് സ്മൂത്ത് ആണെങ്കിൽ ഇതേ വെലോസിറ്റിയിൽ തന്നെ നമുക്ക് VR1 VR2 നമുക്കവിടെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക്വേർഡ് ആ ലിക്വിഡിനെ നമ്മൾ വാട്ടറിനെ നമ്മൾ തട്ടിത്തെറിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ V2 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് V2 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ V2 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെയും ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെയും ആ ഒരു ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? VU2 എന്ന് പറയുന്നത്. ടോട്ടൽ U2 അതായത് ടാൻജൻഷ്യൽ വെലോസിറ്റി ആറ്റ് ഔട്ട്ലെറ്റ്. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്കറിയാം U1നേക്കാൾ വളരെ വലുതാണ് എന്ത്? U2 എന്നുള്ള വാല്യൂ. അതെങ്ങനെ ഒന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നായിട്ട് നമുക്ക് എന്താണ് ഇവിടെ V2 വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് V2ന് ഇവിടെ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. നമുക്ക് V1ന് നമുക്ക് ഇവിടെ രണ്ട് കമ്പോണൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ V2ന് നമുക്ക് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ നോക്കാം, ഇതൊരു ഇൻക്ലൈൻഡ് ലൈനാണ്. അപ്പോൾ ഇതിന് രണ്ട് കമ്പോണൻ്റ് എന്തായിട്ടും മസ്റ്റായിട്ടുണ്ടാവും. ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് വരയ്ക്കാനായിട്ട് ഞാൻ ഈ ട്രയാങ്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. V2 ഉൾപ്പെട്ട് ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു.
അപ്പോൾ ഈ V2-ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഇതാണ് നമ്മുടെ VW1 എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ് VW1. VW2 വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഔട്ട്ലെറ്റ്, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് V2. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ V2-ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഈ കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇതിന് നമ്മൾ VF2 എന്ന് കൊടുത്തു, വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് VF2. ഓക്കെ, ഇനി V2 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമുക്ക് √VW2² പ്ലസ് VF2² ആണ്. ആ ഒരു പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് നമുക്ക് അവിടുത്തെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആംഗിൾസിനെ കുറിച്ചാണ്. ഈ V2-ഉം ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ ആംഗിൾ ബീറ്റ എന്നാണ് പറയുന്നത്, ആംഗിൾ ബീറ്റ. അതേപോലെ തന്നെ ഈ റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റും ഹൊറിസോണ്ടലോട്ട് മേക്കുന്ന ആംഗിളിന് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് ഫൈ എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻലെറ്റും ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ഈ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഏത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ഇതാണ് അതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ വരുന്നത്. ഇനി നമ്മുടെ ഈ ബീറ്റ കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് ഓരോ ട്രയാങ്കിളും മാറി വരും. എന്നാലും മിക്ക കേസിലും ഇതാണ് നമുക്ക് ചോദിക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്താണ് U1ഉം U2ഉം നമ്മൾ നോക്കാം. നമുക്കറിയാം ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് U1-ൻ്റെ ഇക്വേഷൻ എന്താണ്? πd1n/60 ആണ്. U2 എന്ന് പറഞ്ഞാൽ πd2n/60 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പൈ കോൺസ്റ്റൻ്റ് ആണ്, 60 കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി D1-ൻ്റെയും N-ൻ്റെയും വാല്യൂ, ഇനി ഒരു ഈ പമ്പിന് സ്പീഡും സെയിം ആണെങ്കിൽ അത് ഓക്കെയാണ്. സ്പീഡും സെയിം ആണെങ്കിൽ പിന്നെ D1-ൻ്റെയും D2-ൻ്റെയും വാല്യൂ അനുസരിച്ചിട്ടാണ് ഏതാണ് വലിയ വാല്യൂ നമ്മൾ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ D1 ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ ആംഗിൾ, ആ ഒരു പമ്പിൻ്റെ സെൻറ്റർ ആംഗിൾ. ഇവിടുന്ന് നമുക്കിതാ ഈ ഒന്നാമത്തെ ഇൻലെറ്റിലേക്ക് കിട്ടുന്ന റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ഞാൻ വരച്ചിരിക്കുന്നത് റേഡിയസ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്കുള്ള റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ വരച്ചിരിക്കുന്നത് രണ്ടാമത്തെ പോയിന്റിലേക്കുള്ള R2. അവിടെ ഇപ്പോൾ നോക്കി ഏതാണ് വലിയ വാല്യൂ? R2 ആണ് വലിയ വാല്യൂ, R1 ചെറുതാണ് അല്ലേ. അപ്പോൾ R1 ചെറുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി D1 ഇതിൻ്റെ ഡബിൾ ആണ്. അതായത് R1 ചെറുതാണെങ്കിൽ ഇവിടെ ഈ കമ്പാരിറ്റീവിൽ നമുക്ക് നോക്കാറുണ്ട് D2-നേക്കാൾ ചെറുതായിരിക്കും എന്ത് വരിക? D1 വരിക. അപ്പോൾ നമുക്കിവിടെ നോക്കി D1 ചെറിയ വാല്യൂ, D2 വലിയ വാല്യൂ അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? D2 ആയിരിക്കും ഇവിടെ വലിയ വാല്യൂ എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏതായിരിക്കും, ഏത് വെലോസിറ്റി ആയിരിക്കും ലാർജർ വരിക? U2. ടാൻജൻഷ്യൽ വെലോസിറ്റി ആയിട്ട് ഔട്ട്ലെറ്റ് U2 ആണ് നമുക്കിവിടെ ലാർജർ വാല്യൂ വരിക. അപ്പോൾ ഈ കേസിൽ ബിക്കോസ് D2 ഗ്രേറ്റർ ദാൻ D1 therefore U2 ഗ്രേറ്റർ ദാൻ U1. ഇതാണ് നമ്മുടെ ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. എന്താണ്? ആൽഫ = 90 ഡിഗ്രി ആയിരിക്കും, അതുപോലെ തന്നെ V1 = VF1 ആയിരിക്കും, VW1 = 0 ആയിരിക്കും. പിന്നെ ഉള്ളത് നമുക്ക് എന്താണ്? ഈ ഒരു U1 U2 കണ്ടുപിടിച്ച് വെക്കുക. അതിനകത്ത് U2 ആയിരിക്കും ലാർജർ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ U2 ലാർജർ വാല്യൂ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ പ്രോബ്ലം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ഇത് രണ്ടും ആദ്യം കണ്ടുപിടിച്ചാണ് നമ്മൾ മിക്കവാറും പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാറ്. ഓക്കെ, ഇനി നമുക്കിൻ്റെ വർക്ക് ഡൺ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ പെർ സെക്കൻഡ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? നെഗറ്റീവ് ഓഫ് എന്താണ്? വർക്ക് ഡൺ ഓൺ ഇൻവേർഡ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. അപ്പോൾ ഇൻവേർഡ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ്റെ നമുക്ക് വർക്ക് ഡൺ അറിയാം. എന്താണ്? ρQ ഇൻറ്റു വർക്ക് ഡൺ പെർ സെക്കൻഡ് ρQ ഇൻറ്റു VW1 U1 മൈനസ് VW2 U2 ആണ് അല്ലേ. VW1 U1 മൈനസ് VW2 U2 ആണ്. അപ്പോൾ ഈ മൈനസ് അകത്തേക്ക് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? മൈനസ് അകത്തേക്ക് കൊണ്ടുവന്നാൽ ρQ ഇൻറ്റു ഈ VW1 U1 ആദ്യം വന്നത് എന്താണ്? രണ്ടാമത് പോകും. VW2 U2 ഇപ്പുറത്തേക്കും വരും, ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ VW2 U2 മൈനസ് VW1 U1 ഇതാണ് നമുക്ക് വരുന്നത്. ഇനി നോക്കിയാൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ എന്താണ്? ആൽഫ 90 ഡിഗ്രി ആണെങ്കിൽ VW1 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം അവിടെ നമുക്ക് ക്യാൻസൽ ആക്കണം. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ρQ ഇൻറ്റു VW2 U2 ആണ് നമുക്ക് എന്ത് വരിക? സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇനി വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെന്താണ്? നമ്മൾ ഒരു മാസ് ഇൻറ്റു വെയിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഡിവൈഡർ ബൈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വെയിറ്റ് പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഡിവൈഡർ ബൈ വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ρQ ഇൻറ്റു VW2 U2 ബൈ എന്താണ്? ρQ ഇൻറ്റു G ആണ് നമുക്കവിടെ വരിക. അപ്പോൾ നമുക്കിവിടെ ρQ ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി വരുന്ന വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 1/G ഇൻറ്റു VW2 U2 ആണ്. 1/G ഇൻറ്റു VW2 U2 വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 1/G ഇൻറ്റു
VW2 ആണ്. ഇനി നമുക്കിവിടെ അടുത്ത കേസ് പഠിക്കാനുള്ളത് എന്താണ്? നമുക്ക് ഡിസ്ചാർജ് ആണ്. ഒരു സെൻട്രിഫ്യൂഗൽ പോയിന്റ് വെച്ചിട്ട് ഡിസ്ചാർജ് ക്യൂവിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ പൈ D1 B1 ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. ഈ പൈ D1 B1 ആണ് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. ഇൻലെറ്റ് ആണെങ്കിൽ നമ്മൾ VF1 എടുക്കുക, വെലോസിറ്റി ഓഫ് ഫ്ലോ VF1. ഇനി ഇതേപോലെ തന്നെ സെയിം ആണ് ഔട്ട്ലെറ്റ് പൈ D2 B2 ഇൻറ്റു VF2. പൈ D2 B2 എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റിലെ ഏരിയ ഓഫ് ഫ്ലോ ആണ്. VF2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ആയിട്ട് ഔട്ട്ലെറ്റ് ആണ്. നമുക്ക് D1 B1 എന്താണെന്നൊക്കെ നമുക്കറിയാം. D1 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആയിട്ട് ഇൻലെറ്റ്, D2 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആയിട്ട് ഔട്ട്ലെറ്റ്. അതുപോലെ B1 എന്ന് പറഞ്ഞാൽ ബിഡ്ത്ത് അറ്റ് ഇൻലെറ്റ്, B2 എന്ന് പറഞ്ഞാൽ ബിഡ്ത്ത് അറ്റ് ഔട്ട്ലെറ്റ്, VF1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഇൻലെറ്റ്, VF2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വർക്ക് ഡൺ ബൈ ദ സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഇമ്പല്ലാർ പഠിക്കുമ്പോൾ നോക്കേണ്ടത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈപ്സ് ഓഫ് ഹെഡ്സ് ആൻഡ് എഫിഷ്യൻസീസ് ആണ്. ടൈപ്സ് ഓഫ് ഹെഡ് ആൻഡ് എഫിഷ്യൻസി, നമുക്ക് ടൈപ്സ് ഓഫ് ഹെഡ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? HS, HD, ക്യാപിറ്റൽ HS. ഇവിടെ HS എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിൻ്റെ ഐയുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെൻറ്റർ മുതൽ ഈ സമ്പ് വരെയുള്ള ഈ ഹൈറ്റിനാണ് നമ്മൾ HS എന്ന് പറയുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെൻറ്റർ മുതൽ നമുക്ക് എവിടേക്കാണോ ലിക്വിഡ് കൊണ്ടുപോകേണ്ടത് അവിടെയുള്ള ലിക്വിഡ് ലെവലിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് വരെയുള്ള ഹൈറ്റാണ് നമ്മൾ HD എന്ന് പറയുന്നത്. ഡെലിവറി ഹെഡ് എന്നാണ് നമ്മളതിന് പറയുന്നത്. ഈ രണ്ടിൻ്റെയും സമ്മാണ് നമുക്ക് സ്റ്റാറ്റിക് ഹെഡ് HS എന്ന് പറയുന്നത്. HS പ്ലസ് HD ആണ് നമുക്ക് സ്റ്റാറ്റിക് ഹെഡ് നമ്മൾ വരുന്നത്. ഇനി ഒരു മാനോമെട്രിക് ഹെഡ് ഉണ്ട്. മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ടതാണ് ഹെഡ് എഗിൻസ്റ്റ് വിച്ച് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. അപ്പോൾ മാനോമെട്രിക് ഹെഡിൻ്റെ ഇക്വേഷൻസ് നമുക്ക് കുറച്ചെണ്ണം പഠിക്കാനുണ്ട്. മാനോമെട്രിക് ഹെഡിൻ്റെ ഇക്വേഷൻസ് ഇതാണ്. ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലാർ ടു ദ വാട്ടർ മൈനസ് ലോസ് ഓഫ് ഹെഡ്. നമുക്കിനി ഒരു പമ്പിന് ലോസ് ഓഫ് ഹെഡ് ഒന്നും ഇല്ല എങ്കിൽ എന്താണ്? ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി പഠിച്ച VW2U2/G ആണ്. ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലാർ ടു ദി വാട്ടർ മൈനസ് ലോസ് ഓഫ് ഹെഡ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. HMൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഈ HMനേക്കാൾ നമ്മുടെ ആ ഒരു ഇമ്പല്ലാർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ HMനേക്കാൾ കൂടുതൽ ഹെഡ് നമ്മുടെ ആ ഒരു ഇമ്പല്ലാറിനെ ഇമ്പാർട്ട് ചെയ്യാൻ കഴിഞ്ഞാലേ എന്തുണ്ടാവുള്ളൂ? അവിടെ ഒരു ഡിസ്ചാർജ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് മാത്രം അവിടെ ലിക്വിഡിൻ്റെ ഡിസ്ചാർജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ HM എന്ന് പറഞ്ഞാൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. HM എന്ന് പറഞ്ഞാൽ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലാർ ടു ദ വാട്ടർ ആണ്. സോ ഇല്ലെങ്കിൽ വാട്ടർ ആണ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോസ് ഓഫ് ഹെഡ് ഒന്നും ഇല്ലായിരിക്കണം. അപ്പോൾ HM = ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദി ഇമ്പല്ലാർ ടു വാട്ടർ മൈനസ് ലോസ് ഓഫ് ഹെഡ്. ഇനി ലോസ് ഓഫ് ഹെഡ് ഇല്ലെങ്കിൽ എന്താണ്? HMൻ്റെ വാല്യൂ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദി ഇമ്പല്ലാർ ടു വാട്ടർ, ദാറ്റ് ഈസ് VW2U2/G. അപ്പോൾ ക്വസ്റ്റനിൽ അങ്ങനെയും വരാം. മാനോമെട്രിക് ഹെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ദർ ഇസ് നോ ലോസ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്? മാനോമെട്രിക് ഹെഡിൻ്റെ ഇക്വേഷൻ എന്തായാലും VW2U2/G ആണ്. ദർ ഇസ് നോ ലോസ് ഓഫ് ഹെഡ് എന്ന് പറയുകയാണെങ്കിൽ HM = VW2U2/G. മിക്കവാറും ഈ കേസ് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലത്തിൽ വരിക. ഓക്കെ, ഇവിടെ മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് അഗിൻസ്റ്റ് വിച്ച് സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. അപ്പോൾ നമ്മുടെ ഇമ്പല്ലാർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളം ഈ HM എന്ന് പറയുന്ന ഹെഡിനേക്കാൾ ഈക്വലോ ഇല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയാൽ മാത്രമേ നമ്മുടെ ആ ഇമ്പല്ലാറിന് വാട്ടറിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെഡ് എന്ന് പറയുന്നത് ഈ HMനേക്കാൾ കൂടുതലായാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? അവിടെ വാട്ടർ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ നമ്മുടെ ഇമ്പല്ലാർ റൊട്ടേറ്റ് ചെയ്യും, അവിടെ വാട്ടർ ഡിസ്ചാർജ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അതാണ് ഈ മാനോമെട്രിക് ഹെഡിൻ്റെ പ്രത്യേകത വരുന്നത്. നമുക്ക് ഈ മാനോമെട്രിക് ഹെഡിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഈ HFSഉം HFDയും തരികയാണെങ്കിൽ ഇവിടെ നമുക്ക് HM മാനോമെട്രിക് ഹെഡ് HM = HS + HD + HFS + HFD + VD²/2G. ഇതൊന്നും നമുക്ക് അധികം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് പ്രോബ്ലത്തിലൊന്നും അധികം ഉപയോഗിക്കേണ്ടി വരില്ല മിക്കവാറും. എന്നാലും അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാൻ. HS + HD. HS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു സക്ഷൻ ഹെഡാണ്. ആ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെൻറ്റർ മുതൽ സക്ഷൻ നമ്മുടെ ആ ഒരു സമ്പിൽ ലിക്വിഡ് ലെവലുള്ള ഹൈറ്റാണ് HS. HD എന്ന് പറഞ്ഞാൽ ഡെലിവറി ഹെഡ്. HFS എന്ന് പറഞ്ഞാൽ നമ്മുടെ സക്ഷൻ പൈപ്പിലെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. 4FL V²/D2G ഡാർസീസ് വേസ് ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ്. HFD എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെലിവറി പൈപ്പിലെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ഇനി VD എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ഡെലിവറി പൈപ്പാണ്. VD²/2G എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൈനറ്റിക് ഹെഡ് ഡെലിവറി പൈപ്പാണ് നമുക്ക് VD²/2G എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഹെഡ് ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ്സ് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്, ഡെലിവറി ഹെഡ്, സക്ഷൻ ഹെഡ്, മാനോമെട്രിക് ഹെഡ്. അതിനകത്ത് ഈ മാനോമെട്രിക് ഹെഡാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. പ്രോബ്ലത്തിൽ മിക്കവാറും ഒക്കെ കേസിൽ ലോസ് ഓഫ് ഹെഡ് ഇല്ലാത്ത കേസിൽ നമുക്ക് HM = എന്താണ്? VW2U2/G ആണ് നമ്മുടെ ഇക്വേഷൻ വരിക.